ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോമഡി റൊമാൻറ്റിക് മൂവി ആയിട്ടുള്ള ബ്രോമൻസിന്റെ വിശേഷങ്ങളാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് ബ്രോമൻസ്. കാരണം തിയേറ്ററിലൊക്കെ നമുക്ക് ഒന്നടങ്കം തിയേറ്ററിൽ എല്ലാവരും ചിരിച്ചു പോകുന്ന ഒരുപാട് കണ്ടന്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ കമ്പക്കെട്ടിനൊക്കെ പോകുമ്പോൾ ചെറിയ പടക്കമുണ്ട്, അതുപോലെ തന്നെ വലിയ പടക്കവും പൊട്ടും. അതുപോലെയാണ് ചിരി തിയേറ്ററിനുള്ളിൽ നടക്കുന്നത്. കാരണം ചെറിയ ചെറിയ ചിരികളും അതുപോലെ വലിയ വലിയ ചിരികളും പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സീനുകളുള്ള നല്ലൊരു മൂവി തന്നെയാണ് ബ്രോമൻസ്. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ തുടങ്ങുമ്പം തന്നെ നമ്മളെ സിനിമയിലേക്ക് അവർ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് അവർക്ക് അവസാനം വരെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതിലാണ് അവരുടെ വിജയം. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ മ്യൂസിക് ഗോവിന്ദ് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പൊളി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമാൻ ചാക്കയാണ്. അന്യായ എഡിറ്റിംഗ് തന്നെയാണ്. ഒത്തിരി കഥാപാത്രങ്ങളൊന്നും ഈ സിനിമയിലില്ല, വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ആ സിനിമയിൽ അവർ നിറഞ്ഞാടുകയാണ്. എല്ലാ കഥാപാത്രങ്ങളും വളരെ പെർഫെക്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്യു തോമസ് ആയിരുന്നാലും അതുപോലെ അർജുൻ അശോക് ആയിരുന്നാലും പിന്നെ സംഗീത് പ്രതാപ്, അത് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ്. കാര്യം പുള്ളി കോമഡി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീടും അതിനെക്കുറിച്ച് നമുക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിരി വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കോമഡികൾ. പിന്നെ കലാഭവൻ ഷാജു, അതുപോലെ നമ്മുടെ ശ്യാം മോഹൻ, പിന്നെ നമ്മുടെ മഹിമ നമ്പ്യാർ, എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അരുൺ ഡി ജോസ് ആണ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം എത്തിയിരിക്കുന്നത്. ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ഇത് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. എല്ലാവരും പോയി കാണുക. ഓക്കെ, താങ്ക് യു, ബൈ.